എന്താണ് ഒരു വീടിന്റെ വാതിൽക്കൽ വന്ന് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ആലോചിക്കുവാണോ? ഞാനും അങ്ങനെ കേട്ടോ വന്നേ. ഞാൻ നോക്കിയപ്പോ ഒരു കുഞ്ഞു വീട്, ആ വീടിനകത്തുണ്ടല്ലോ ഫുൾ സെറ്റപ്പാ. എന്താന്നല്ലേ, ഇത് പൊതികളുണ്ടോ? ഇതെല്ലാം പൊതിച്ചോറാ. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം കഞ്ഞിക്കുഴിയിലാണ്. ഇവിടുത്തെ ഒരു പൊതിച്ചോറ് വിൽക്കുന്ന ഒരു കുടുംബത്തിലാണ്. ചേച്ചി, ഇത് കുടുംബമായിട്ട് തന്നെ നടത്തുന്നതാണോ? ആരൊക്കെയാണ് ഇതിന്റെ പിന്നില്? ഞാനും ഭർത്താവും സ്റ്റാഫുകളും. എത്ര നാളായി തുടങ്ങി? ഞങ്ങൾ നേരത്തെ മനോരമ കറ വീടിൻ്റെ തൊട്ടിപ്പുറത്തായിരുന്നു. ഇപ്പം ഞങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടൊരു അവിടെ ഒരു 7-8 വർഷം ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ തുടങ്ങിയിട്ട് ഇവിടെ 1 വർഷമായി. എത്ര രൂപയാണ് ഒരു പൊതിച്ചോറിന്? നമുക്ക് 120 രൂപയാണ് ഒരു ദിവസം. അതിനകത്ത് ഓംപ്ലേറ്റ് ഉണ്ട്, മീൻ വറുത്തമുണ്ട്, കട്ടയിറച്ചി ഉണ്ട്, പിന്നെ സാമ്പാർ, പുളിശ്ശേരി, പച്ചമുളക്, മീൻകറി, അങ്ങനെ തോരന്, ചാറ്. കക്കയിറച്ചി 12. ഇതാണ് നമ്മുടെ ഇത്. ചോറ്, സാമ്പാർ, പുളിശ്ശേരി, മീൻകറി, രസം അല്ലെങ്കിൽ പച്ചമോര്, പച്ചടി അല്ലെങ്കിൽ ചമ്മന്തി, തോരൻ അല്ലെങ്കിൽ മെഴുക്കുവരട്ടി, മീൻ വറുത്തത് അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ, പിക്കിൾ, സലാഡ്, കക്ക ഫ്രൈ, ഓംലെറ്റ്. കക്കയൊക്കെ എല്ലാ ദിവസവും കൊടുക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഉണ്ട് വെക്കാം. ഇത് ലാഭമാണോ? 120 രൂപയ്ക്ക് വിൽക്കുമ്പോൾ? കുഴപ്പമില്ല. ദിവസം എത്ര വരെ ഇത് പോകുന്നുണ്ട്? നമുക്കൊരു 80-100 വരെ പോകുന്നുണ്ട്. ജീവനക്കാരുണ്ട് സഹായിക്കാൻ? ഞങ്ങൾ 4 പേരായിരുന്നു. ഒരാളുടെ മാരേജ് കഴിഞ്ഞ് അവധിയിലായി. അരച്ചു വെക്കുന്ന സാധനങ്ങളാണ്, ഒന്നും വേറെ പുറത്തുനിന്നുള്ള ഒന്നുമില്ല, എല്ലാം ഇവിടെ തന്നെയുള്ള നമ്മുടെ തന്നെ കൈപുണ്യമാണ്. നമ്മുടെ അറിഞ്ഞ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പൊ വന്നവരൊക്കെ എല്ലാവരും കൂടുതൽ പേര് റീൽ കാണുമായിരുന്നോ? റീൽസിൽ കണ്ടാണ്. നമ്മൾ ഇലപ്പൊതി ഊണ് സെർച്ച് ചെയ്ത് റീൽസ് കണ്ട് അന്വേഷിച്ച് വന്നതാണ്. ഒരു വൈഫിന് ഇലപ്പൊതി ഊണ് വേണമെന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ നമ്മൾ തപ്പി നോക്കിയതാണ്. അപ്പം ഇങ്ങനെ കണ്ട് നല്ലതാണെന്ന് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വന്നതാണ്. പിന്നെ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഒത്തിരി പേരുണ്ട്. മീൻകറി ഉണ്ട്, അതുപോലെ തന്നെ സാമ്പാറുണ്ട്, തോരൻ. ഇന്ന് തോരൻ, കിച്ചടി, നാരങ്ങ അച്ചാറ്, വറുത്ത നല്ല നല്ല 1.5 ഡീപ് ഫ്രൈ ചെയ്ത കക്കയുണ്ട്. ചേച്ചി, ഇത് ഏത് മീന്? ചെമ്പല്ലി മീൻ. പിന്നെ ഇത് വറുത്ത മുളക്. ഇവിടെ പൊടിമീൻ എന്ന് പറയും അല്ലേ? ഞങ്ങളുടെ നാട്ടിൽ തിരുവനന്തപുരത്തേക്ക് തന്നെ നെത്തോലി എന്ന് പറയാ, പൊടിമീൻ എന്ന് പറയും. അതുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു 12 കൂട്ടം കറികളുമായിട്ടാണ്. എത്ര മണിക്ക് തുടങ്ങും? 3:30 ആകുമ്പോഴത്തേക്ക്. എത്ര മണിയാകുമ്പോൾ തീരും എല്ലാ ജോലി? ഒരു 10:30 ആകുമ്പോൾ എല്ലാം കഴിയും. ഇത് എത്ര മണിവരെ ഊണ് കൊടുക്കാനുണ്ടാവും? അവിടെ ഇപ്പൊ നമ്മൾ തീരുന്നതനുസരിച്ച് ഇപ്പൊ പെട്ടെന്ന് തീരും. എന്തെങ്കിലും ഉണ്ടോ? അതോ ഊണ് മാത്രം? ഊണ് മാത്രമാണ് ഇവിടെ ചേച്ചിയും കുടുംബവും സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്. 12 കൂട്ടം കൂട്ടി എല്ലാ ദിവസവും. വീട്ടുകാർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവധി എടുക്കും, അല്ലാത്തത് എല്ലാ ദിവസവും ഇവിടെ പൊതിച്ചോറുണ്ട്. ഓൺലൈനിലും കിട്ടും, നേരിട്ട് വന്ന് വാങ്ങിക്കുന്നവരുണ്ട്. നിറയെ ആൾക്കാർ വന്ന് വാങ്ങുന്നവരാണ് കൂടുതലും, കാരണം കേട്ടറിഞ്ഞൊക്കെ അകത്തേക്കാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവിടേക്ക് എല്ലാ ദിവസവും 100-ലധികം പേര് പൊതിച്ചോറ് വാങ്ങാൻ എത്തുമെന്ന് പറയുമ്പോൾ ആ കൈപ്പുണ്യം എന്ന് അറിയാമല്ലോ. എന്തായാലും ഈ കച്ചവടം അങ്ങനെ പൊടിക്കുന്നുണ്ട്. നിരവധി പേര് വിളിച്ചു പറഞ്ഞും അല്ലാതെയൊക്കെ വന്ന് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും ഈ 120 രൂപയുടെ കക്കായിറച്ചി, മീൻ ഫ്രൈ, മീൻ കറി ചേർത്തുള്ള ഈ പൊതിച്ചോറ് വൻ ഹിറ്റാണ്. അങ്ങനെ പോട്ടെ. അപ്പോൾ ആർക്കെങ്കിലും ഇത് രുചിക്കണമെന്ന് തോന്നിയാൽ കഞ്ഞിക്കുഴി ഭാഗത്തേക്ക് പോരുക. കഞ്ഞിക്കുഴിയിൽ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കടയല്ല, ഒരു വീടാണ്. ഈ വീടിൻ്റെ അടുക്കളയിലെ രുചി നിങ്ങളുടെ നാവിലും എന്തായാലും സ്വാദ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.